ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈദും വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹോളിഡേയ്സൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ മൂന്നാറിൽ പോകുന്ന ട്രിപ്പാണ് കേട്ടോ. ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ രണ്ടാം പെരുന്നാൾ പുലർച്ചയായിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോയിട്ടോ. എല്ലാവരും ഫുൾ ഫാമിലി ട്രിപ്പായിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്ന വഴിക്ക് അങ്കമാലിയിൽ എത്തിയിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വച്ചക്കുട്ടും ഇനൂസും എല്ലാ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. ബാബി ഇക്കാക്ക മാത്രമേ ഇല്ലാത്തുള്ളത്. ബാബിയുടെ 4 മക്കളുണ്ട് കേട്ടോ. 2 മക്കളെന്ന് പ്രത്യേകം പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും 2 ആളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. മൂത്ത 2 ആളെ അങ്ങനെ കാണലുണ്ടാവില്ല. 4 മക്കളും ബാബി ഞങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് പോയി. അപ്പോൾ പോകണ വയ്ക്ക് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി വെള്ളപ്പവും ചിക്കൻ കറിയും കഴിച്ചു. നല്ല ടേസ്റ്റിനും കഴിച്ച് വരുമ്പോൾ വെള്ളപ്പവും തീർന്നു പോയി. പിന്നെ ചപ്പാത്തി മാത്രമായിട്ടുണ്ടായിരുന്നു ഉള്ളത്. പക്ഷെ നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഫുൾ ഫാമിലി ആയിട്ട് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ കൂടെ ഞാൻ കുറച്ച് വിശേഷങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ട് കുറേ പേരിൻ്റെ അടുത്ത് ഓരോ മെസ്സേജസ് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ നമ്മളിതാ മൂന്നാറിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ ഒരു 4:45-5 മണി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് പ്ലാൻഡ് ഒന്നല്ലായിരുന്നു. എല്ലാവരും ഇക്കും വരും, പിന്നെ ബാബിയുടെ മക്കളും വരും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തായാലും പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ റിസോർട്ടൊന്നും ബുക്ക് ചെയ്യാതായിട്ടോ പോണത്. ഒരു 1 ഡേ സ്റ്റേക്ക് അങ്ങനെ പോകണം. അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം. പിന്നെ ഒരു ഇതല്ലേ ഇപ്പോൾ സീസണാണല്ലോ, എന്താ പറയുക, വെക്കേഷൻ സീസൺ ആയ കാരണം റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില റിസോർട്ട്സ് ഒന്നും നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാർ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാർ എത്തിയ സമയത്ത് മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പില്ല, ഒന്ന് ചൂടുമില്ല. വെയിലുണ്ട്, പക്ഷെ ഉള്ള വെയിൽ തന്നെ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു കാലാവസ്ഥയല്ല, ഇപ്പോൾ ഭയങ്കര ചൂടും ഉഷ്ണം കൂടുതലല്ലേ. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കയറി പോകുന്നതോറും നല്ല സുഖമുണ്ട് കേട്ടോ ക്ലൈമറ്റ്. പിന്നെ യാത്രയാണ് ഏറ്റവും വലിയ രസം കേട്ടോ. ഫാമിലി ആയിട്ട് ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ട്രിപ്പ് പോകണമൊക്കെ. പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വാവച്ചിക്കുട്ടിക്ക് ട്രിപ്പ് പോകുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ. അവൾക്ക് കുറച്ച് വോമിറ്റിങ്ങും പിന്നെ കുറച്ച് ടയർഡ് എടുക്കും. അത് പോവാത്ത. പക്ഷേ ഇനൂസിനും ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ. പക്ഷേ ഇനൂസ് പോയിട്ടിപ്പോൾ അൽഹംദുലില്ലാഹ് താങ്ങി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അവനായിട്ട് അങ്ങനെ പോകുമ്പോൾ. നമ്മളിങ്ങനെ ചുരം കയറി മൂന്നാറിലെ ഹിൽ സ്റ്റേഷൻ എത്തി തുടങ്ങിയിട്ടോ. കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഫോട്ടോ പോയിൻ്റ് എത്തിയിട്ടോ. ഹിൽ സ്റ്റേഷനിൽ ഫോട്ടോ പോയിൻ്റ് നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസും വെള്ളം കുടിക്കാൻ. പിന്നെ വാവച്ചിക്കുട്ടി ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്പും പിന്നെ ഉള്ള നമ്മൾ ഇയർഫോൺ ടൈപ്പ് സംഭവം ഇയറിൽ വെക്കുമല്ലോ, ചെവിയിൽ കാറ്റടക്കാതിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചിപ്പും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ ക്യാപ്പ്. അങ്ങനെ നമ്മളിതാ സ്പെക്സിൻ്റെ ഭയങ്കര വീക്ക്നെസ് അവിടെ എത്തി നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ സ്പോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ വാവച്ചിക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് റിഫ്രഷ് ആവേണ്ട. ഭയങ്കര തിരക്കുണ്ട്, ബ്ലോക്കുണ്ട്. അപ്പോൾ ഓഫ് സീസൺ ആയ കാരണമാണ് നല്ല തിരക്കുണ്ട് പറഞ്ഞിട്ട് അവർ എല്ലാ ഏരിയയിലും നല്ല തിരക്കുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല, എന്നാലും പിന്നെ ഞങ്ങൾ കുറേ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ന്യൂസ് കുട്ടിയാകുമ്പോൾ. അപ്പോൾ ആ ഏരിയയിലെ ഫോട്ടോസൊക്കെ ചിലർക്ക് റിക്രിയേഷൻ പോലെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ചെറിയ രീതിയിൽ ഷോപ്പിംഗൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകട്ടോ. ടൈമായപ്പോൾ നമ്മൾ ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് മൂന്നാറിൽ തന്നെ ടൗണിൽ കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് മീൽസും അതുപോലെ ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൽസൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫിഷ് സ്വതവേ ഹൈ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫിഷാണ്. പക്ഷേ ഇത് എറണാകുളത്ത് നിന്ന് വരുന്ന ഫിഷായ കാരണം തോന്നുന്നു നല്ല ടേസ്റ്റിൽ ഫ്രഷ് ഫിഷ് നമുക്ക് കിട്ടിയിട്ടോ. നല്ല ഹോട്ടലായിരുന്നു. കാരണം ചില സമയത്ത് ഇപ്പോൾ ഞാൻ എന്താ നല്ല ഹോട്ടലിൽ പ്രത്യേകം പറയാൻ കാരണം ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം കറൻ്റ്ലി വേറെ സ്ഥലത്താണ്, ഊട്ടിയിലുള്ളത്. അവിടെയാണെങ്കിൽ ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്റ്റേറ്റ് മാറിയില്ല. അപ്പോൾ ആ ഒരു ഇതാണ്.
പക്ഷേ മൂന്നാറിൽ നല്ല ഫുഡ് ചെയ്യുന്നു കേട്ടോ നമുക്ക് നല്ല. അങ്ങനെ നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നതിന് മുന്നേ ഫുൾ ഫാമിലി ഫോട്ടോ ഇതാട്ടോ. ഫാമിലി ഇതിൽ നമ്മളെ ഇക്കാക്ക മാത്രം മിസ്സിംഗ് ആണ്, ബാബിയുടെ ഹസ്ബൻഡ്, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്നത് വട്ടവടേക്കാണ് കേട്ടോ. ഈ മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പോലെ വട്ടവടേക്ക് പോണ യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ കാന്തല്ലൂരും മറയൂരാണുള്ളത്. അതിൽ കാന്തല്ലൂരിൽ വാട്ടർഫോൾസ് ഇല്ല, തീരെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മറയൊക്കെ സ്ട്രോബെറി തോട്ടങ്ങളും സബർജൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ, പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടും ഉള്ളൂ. അപ്പോൾ വട്ടവടയത്തെ യാത്ര പോകാൻ ഞങ്ങൾ അങ്ങനെ വട്ടവടേക്ക് പോകാൻ കേട്ടോ. പോണ വഴിക്ക് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഉണ്ട്. മുന്നേ ഡാമൊക്കെ വിസിറ്റ് ചെയ്ത കാരണം അവിടെ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ. നല്ല രസകരമായ യാത്രയിൽ പോവാണ്. പിന്നെ നേരത്തെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്റ്റാറ്റസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് ട്രിപ്പാണല്ലേ, കറങ്ങാണല്ലേ, അടിച്ച് പൊളിക്കുകയാണല്ലേ എന്നൊക്കെ. നമ്മളെ ലൈഫിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രവാസിമാരും ഭാര്യമാരും അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ലീവ് ഇനി ഹസ്ബൻഡ് പുറത്ത് അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ ആകുമ്പോൾ അവരെ ലീവിനനുസരിച്ച് നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ ആ പോകുന്നൊരു യാത്ര ഭയങ്കര എന്താ പറയുക രസം റിഫ്രഷിങ് കാര്യങ്ങളായിരിക്കും. അല്ലാതെ ഫുൾ ടൈം ട്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല, അവർ വെറുതെ പറയുന്നതായിരിക്കും. ഇതേപോലെ ഒരു സമയത്ത് ഇതേപോലെ മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കും നമുക്കും ഇതേപോലെ ഒന്ന് ഫ്രീ ആയി പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അന്നിക്ക് വരും നമുക്കൊരു സമയം വരും, അപ്പോൾ നമുക്ക് പോകാൻ ഇൻഷാല്ലാ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയും. മേ ബി ആ സമയം ഇപ്പോഴേ ഇരിക്കും അങ്ങനെ വിചാരിക്കുന്നത്. അതുപോലെ ട്രിപ്പ് പോകാനും എല്ലാവർക്കും ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയങ്ങളൊക്കെ വരും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ കേട്ടോ. ഇത് വലിയ ട്രിപ്പ് ഇതൊന്നും പറയല്ല ഞാൻ, കാരണം ഈ ചെറിയ പ്ലേസ് കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എന്നോട് കുറേ പേരിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവർ പറഞ്ഞ നെഗറ്റീവായിട്ട് പറയല്ല, കാരണം ഒരു രസമാണ് നമ്മൾ ഫുൾ ടൈം വീട്ടിൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷിങ് ഒരു റിലാക്സേഷൻ. അത് പ്രത്യേകിച്ച് നമ്മളെ ഹസ്ബൻഡ്സൊക്കെ പുറത്താണെങ്കിൽ അവരൊക്കെ വരുമ്പോൾ അവരായിട്ട് പോകുമ്പോൾ അതൊരു വേറെ തന്നെ എൻജോയ്മെൻറ്റ് അല്ലേ. ഫാമിലി ആയിട്ട് പോകുന്ന ട്രിപ്പ് അത് വേറെ രസം തന്നെയാണ് കേട്ടോ. ഞാനീ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുള്ളവരാണ് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതാ വട്ടവടേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പോണ വഴിക്ക് നമുക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു മിസ്സിങ് നമ്മളടുത്ത് പറ്റുന്നത്. അപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ പെട്രോൾ മൂന്നാല് ടൗണിൽ നിന്ന് അടിച്ചിട്ട് പിന്നെ നമ്മൾ പോണ വഴിക്കുള്ള യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. നല്ല തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില സൈറ്റ്സിൽ നമ്മൾ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ വീഡിയോ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ സ്വതവേ സോഷ്യൽ മീഡിയ ഉള്ളതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ പറയും വേണ്ട, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും, പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഫോട്ടോ വീഡിയോ എടുക്കാൻ ഇഷ്ടം. പക്ഷേ എനിക്ക് ഫോട്ടോ എടുത്ത് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. മക്കളായാലും ഫാമിലീസ് ഉള്ളവരായാലും കുഞ്ഞുമ്മക്ക് ഫോട്ടോ എടുത്ത് തരാം, അല്ലെങ്കിൽ മോനാണെങ്കിൽ ഉമ്മി നിൽക്ക്, മോളാണെങ്കിലും ഇക്കോ ആണെങ്കിലും നിനക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയും കേട്ടോ. ആരും ഫോട്ടോ എടുത്തില്ലെങ്കിലും എനിക്ക് ഫോട്ടോ എടുത്തിരും, കാരണം എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണുള്ളത്. പിന്നെ ഇക്കുവിന് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഫോട്ടോസ് എടുക്കണം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോണ യാത്ര നല്ല രസമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയം നമ്മളതിൻ്റെ ഒന്ന് റിലാക്സിന് നല്ല ഇങ്ങനെ ഹൈ റേഞ്ചിക്ക് വരുമ്പോൾ നല്ലൊരു ചെറിയൊരു റിലാക്സേഷൻ, അത് താൽക്കാലികമാണ് എന്നാലും ഒരു രസമാണ് കേട്ടോ. ഈ വട്ടവട എന്ന് പറയുന്നത് ഒരു വില്ലേജാണ് കേട്ടോ. ഒരുപാട് അവിടെ കൃഷികളാണ് കൂടുതൽ, പിന്നെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വട്ടവടേക്ക് പോകുന്ന സമയത്ത് അവിടെ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ഉണ്ട് കേട്ടോ. മോർണിംഗ് 6 AM അവിടെ എൻട്രി ഉള്ളത്. ഈവനിങ് 6 PM ആവുമ്പോൾ നമ്മൾ മടങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കും. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെറിയ രീതിയിൽ, അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് അടക്കും. കാരണം ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോകുന്നത്, ചെറുതല്ല അത്യാവശ്യം കുറച്ച് ഇതുള്ളൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ ആയിട്ടോ പോകുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വട്ടവടയിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ അവിടെ ഇതാണ് കേട്ടോ വട്ടവടേക്ക് വരുന്ന വില്ലേജിലേക്കുള്ള എൻട്രി. അവിടേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിൽ പറയും 6 o'clock നമുക്ക് തിരിച്ച് വരണം. പിന്നെ നമ്മൾ എവിടെ നിർത്തരുത്, ഇത്ര കിലോമീറ്റേഴ്സ് 5 to 10 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ എവിടെ നിർത്താണ്ട് ഡയറക്റ്റ് പോകാനും. നിർത്തി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, അപ്പോൾ അത് നമ്മൾ സ്വയം റിസ്ക്കിലാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കാട്ടുപോത്ത്, മുള്ളംപന്നി, അതുപോലെ മങ്കി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ മാക്സിമം നിർത്താതെ ഇത്രയൊരു സ്പീഡിൽ വണ്ടിയിൽ എണ്ണൊക്കെ ഫുള്ളാക്കിയിട്ട് പെട്രോളോ ഡീസലോ എന്താ വെച്ചാൽ ഫുള്ളാക്കിയിട്ട് നിർത്താണ്ട് പോവാം. പോണ ആ ഒരു റൂട്ട് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടി തന്നെ മറ്റേ അത്രക്കൊന്നും മസനഗുഡി വഴി ഊട്ടി ഞാൻ പോയിട്ടില്ല, പക്ഷേ മസനഗുഡി വഴി അത്ര അല്ലെങ്കിലും നല്ലൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ.
കുറച്ച് സമയങ്ങൾ നമ്മൾ പിന്നിട്ടിട്ട് നമ്മളിതാ വട്ടവട വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കാണാം താഴ്ഭാഗത്തേക്ക് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. പക്ഷേ പറഞ്ഞല്ലേ പോണ സമയത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇങ്ങനെ നിർത്തി സ്പീഡിൽ പാസ് ചെയ്ത് പോകും. ഹോം സ്റ്റേയും ടെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറിന് കുറച്ച് താഴെ ആയിട്ടോ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയുന്നുണ്ട്. അത് നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ എത്തിയിട്ടുള്ള നല്ലൊരു ടൈമിലാണ്, ഈവനിങ്. അതായത് നമ്മൾ 5 മണിക്ക് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നത്. 4:45 കയറി തിരിച്ച് നമ്മൾ 5:30 നമുക്ക് തിരിച്ചും കിട്ടുന്നുണ്ട്. കാരണം 10 മിനിറ്റ് റണ്ണിങ് ഉള്ളൂ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വട്ടവടയ്ക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കൊരു പേടി. പിന്നെ ചോളത്തിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രസമായിട്ട് ഫാമിലിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ വട്ടവട എന്ന് മൂന്നാറിൽ എത്തിയ മതി പറയൽ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ബോട്ടിങ് അങ്ങനത്തെ ഏരിയ ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല, കാരണം അതൊക്കെ നമ്മൾ മുന്നേ വന്ന് എക്സ്പ്ലോർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വില്ലേജ് കാര്യങ്ങൾ കാണാൻ വെച്ചിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നല്ല ഭംഗിയുള്ള സ്ട്രോബെറി തോട്ടത്തിൽ കേട്ടോ ഞാൻ ഇറങ്ങി പോകുന്നത്. സ്ട്രോബെറി തോട്ടങ്ങളിൽ സ്ട്രോബെറി ഒക്കെ ചിലതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനൊരു ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നവരുടെ ഇടയിൽ കുറച്ച് ധൈര്യം കാണിക്കുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. കൂടുതൽ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇങ്ങനത്തെ അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ നല്ല പേടിയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ടതാണ്. പിന്നെ ഓൾറെഡി എനിക്കാണെങ്കിൽ കാലും കൈക്കൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇറങ്ങേണ്ട വരും. ഞാൻ ഒരു ആവേശത്തിൽ ഇതാട്ടോ ഇത് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി എത്തിയപ്പോൾ മേലിക്കൊളിക്കുന്നുണ്ട് കേട്ടോ. മതി പോരേന്ന് പറയുന്നുണ്ട്. അതിനൊരു വിധത്തിൽ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. എന്നതിന് ശേഷം പിന്നെ പതുക്കെ മേലെ. പക്ഷേ മേലേക്ക് കയറുമ്പോൾ നമ്മൾ കാലിന് മുട്ടിന് താഴെ നിന്നിട്ട് നല്ല പെയിൻ വീഴുന്നുണ്ട് കേട്ടോ. ഒരു ഊക്കിലാണ് ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കും, പക്ഷേ എൻ്റെ കയറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നാളെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മേലേക്ക് കയറി വന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് സ്ട്രോബെറിയും പാഷൻ ഫ്രൂട്ടും മേടിച്ചിട്ടോ. ഞാൻ പാഷൻ ഫ്രൂട്ട് അങ്ങനെ കഴിക്കൂല, അങ്ങനെ വീഡിയോ കാണിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറി ഞാൻ ആദ്യമായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ സ്ട്രോബെറി ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടമല്ല, പക്ഷേ സ്ട്രോബെറി പച്ചക്ക് കഴിക്കാൻ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മാളിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അത് മേടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പിന്നെ വട്ടവടയിൽ ബൈ പറഞ്ഞിട്ട് യാത്ര തിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല അടിപൊളി സൈഡ് സീൻസും സീനറീസും കാണാം. ഈ ഹൈ റേഞ്ച് ഹിൽ സ്റ്റേഷനും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ അവരൊരു മുളക് പൊടിയും ഇതിട്ട് തരുമല്ലോ നമുക്ക് ഉപ്പും തേച്ചിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കും മക്കൾക്കും. പിന്നെ ഈ സ്വീറ്റ് കോൺ നല്ല സാധാ കോണെന്ന് ഡിഫറെൻ്റ് ആണ് സ്വീറ്റ് കോൺ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകണം. അപ്പോൾ പിന്നെ നല്ല ബ്ലോക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് മുൻകൂട്ടി പറയാൻ പറ്റുമോ. പിന്നെ ഇപ്പോഴത്തെ സീസണിൻ്റെ കാര്യമാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്. കാരണം ഒക്കെ പെട്ടെന്ന് എത്തുന്ന സ്പോർട്സാണ്, പക്ഷേ അവിടെ ഒക്കെ നല്ല റഷ് ഉണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പതുക്കെ ഇങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി താഴെ മൂന്നാർ ടൗണിലെത്തി. ടൗണിൽ നിന്ന് പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങണം കേട്ടോ. നമ്മൾ റിസോർട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിൽ സ്റ്റേഷനിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ സ്റ്റേ ആക്കുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ റിസോർട്ട്, യൂക്കാലിപ്സ് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. റൂം ഇതായിട്ട് വരുന്നത് നല്ല അടിപൊളി റൂമാണ്. നല്ല രസം, മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് റൂമിലെത്തിയപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബെഡും തന്നിട്ടുണ്ട്. പിന്നെ നല്ല ഫെസിലിറ്റിയൊക്കെ നല്ല റൂമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ടി വിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ടോയ്ലറ്റാണ് വരുന്നത്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ വരുന്നത്. ഗ്ലാസ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ടോയ്ലറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി അടുത്ത് നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് റൂമിൽ നിന്ന് എല്ലാവരും ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ മേലേക്ക്. അപ്പോൾ അവരോട് നമ്മൾ ഫുഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മോർണിംഗിലുള്ള ഫുഡാണ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിക്കുള്ള ഫുഡ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് റിസോർട്ടിൽ നടക്കുന്ന വേ ഒക്കെ. പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ചപ്പാത്തിയും ചിക്കൻ കറി, പിന്നെ കടായി ചിക്കനും ഒക്കെയാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾ കറിയും പൊറോട്ട ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ തന്നെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ 10-10:30 ആകുമ്പോഴേക്ക് പിന്നെ നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോയിട്ട് ബെഡായിട്ടോ. നമ്മൾ നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമ്മൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെയായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. താങ്ക് യു.